ഫ്രണ്ട്സ്, നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള NCLലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് NCLന്റെ. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. സാലറിയും അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ റെയിൽവേയുടെ ITI കഴിഞ്ഞവർക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ആടിയിലൊരു കമൻറ്റ് ഞാൻ ജസ്റ്റ് ഇന്നലെ വായിച്ചിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഓർമ്മ വന്നത്. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണം. അതാണ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ബാഡ് ബോയ് ഗെയിമിംഗ് എന്ന് പറയുന്ന യൂസർ നെയിമിൽ അറിയപ്പെടുന്നതാണ്. ബ്രോ, ഡിപ്ലോമക്കാർക്ക് ഒന്നുമില്ല എന്നുള്ളൊരു എന്താണ് സങ്കടപ്പെടുന്ന ഇതൊക്കെ ഇമോജി ഒക്കെ ഇട്ടിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ആൻസറും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചെയ്യുന്നത്. ഡിപ്ലോമക്കാർക്ക് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ ITIക്കാർക്ക് മാത്രമല്ല, ഡിപ്ലോമ, ഡിഗ്രി, SSLC, +2 എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങൾ ചെയ്ത് പറ്റിക്കാറില്ല. മാക്സിമം നമ്മൾ വന്ന് തന്നെ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ കാറ്റഗറിയിൽ നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാൽ തന്നെ അതിൽ ഞാൻ അധികം ഇതിൽ ITI, ഡിപ്ലോമ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഡിപ്ലോമ. ഓക്കെ, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. BA or BTech, ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന കാറ്റഗറി നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇത്തരത്തിൽ കമൻറ്റുകളൊക്കെ ചോദിക്കട്ടോ, എന്നാലേ എനിക്കും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപക്ഷേ നമ്മൾ ചാനലിൽ കയറി ഹോം പേജിൽ കയറി നമ്മളെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങൾ. അത് അപ്പോൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറയുന്ന ബ്രോക്കുള്ളൊരു എന്താണ് വീഡിയോ ആയിട്ട് ആർക്ക് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനായിട്ട് ഞാൻ ചെയ്യുകയാണ്. അത് ഡിപ്ലോമക്കാർക്കൊന്നും ഇല്ല എന്നുള്ളതിനെ. അപ്പോൾ ഇതിന് ഫ്രഷേഴ്സിനായിട്ട് നിങ്ങൾക്ക് ഫ്രഷറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഈ പറയുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി യൂണിറ്റ് ആയിട്ടുള്ള നോർത്തേൺ കോൾഫീൽഡ് ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9/1/2 ജനുവരി 9-നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർവൈസറി പൊസിഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ട്രെയിനീസിനെയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് അസിസ്റ്റൻറ്റ് ഫോർമാനിൽ തന്നെ നിങ്ങൾക്ക് കാണാം E&T ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. ഇങ്ങനെ 3 എന്താണ് ഡിസിപ്ലിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോഗ്യത തന്നെ ആദ്യം നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളിവിടെ കാണാം, അസിസ്റ്റൻറ്റ് ഫോർമാനിൽ E&Tയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഡിപ്ലോമ മാത്രമല്ല കേട്ടോ, ഇതിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BA or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെ ബ്രാഞ്ചിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ക്ലാരിഫിക്കേഷൻ ഓൺ ദ റിലവൻറ്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ എന്ന് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നാമതായിട്ട് നമുക്ക് ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 10ാം ക്ലാസ്സിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു 3 വർഷം ഡ്യൂറേഷനുള്ള എന്താണ് ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ അടുത്തത് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അടുത്ത അസിസ്റ്റൻറ്റ് ഫോർമാൻ മെക്കാനിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 വർഷം ഡ്യൂറേഷനുള്ള എന്താണ് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റെലവൻറ്റ് ബ്രാഞ്ചസ് ഏതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. ഇതിന് അസിസ്റ്റൻറ്റ് ഫോർമാൻ ഇലക്ട്രിക്കലാണ് അടുത്തത്. ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് ഏത് ഡിസിപ്ലിൻ വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ടൈപ്പ് വേക്കൻസിയാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഫോർമാൻ എന്നാണ് പറയുന്ന പോസ്റ്റ്, നമുക്ക് ആ ഒരു പൊസിഷൻ നെയിം അതാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സൂപ്പർവൈസറി പൊസിഷൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷനാണ്. ഇനി അതല്ല, ഇതിലും കൂടുതൽ ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യത. അപ്പോൾ ഇതിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ വിചാരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BA or BTech കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിൽ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവരൊക്കെ മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. കാരണം യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളും വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ സിലബസ് അടക്കം ഇതിലുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പൊസിഷൻ വേക്കൻസീസ് നമുക്ക് നോക്കാം. ഇതിൽ കാണാം ഓരോന്നിൻ്റെയും വേക്കൻസി. ഇപ്പം ഞാൻ എല്ലാം പറയുന്നില്ല, ടോട്ടൽ വിളിച്ചിരിക്കുന്നത് 150 ആണ്. അത് ബാക്ക്ലോഗ് വേക്കൻസി അടക്കം. ബാക്ക്ലോഗ് വേക്കൻസി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റിക്രൂട്ട്മെൻറ്റിൽ ഫില്ലാവാത്ത വേക്കൻസി അടക്കം, അതായത് റിസർവ് വേക്കൻസി അടക്കത്തിലുണ്ടാവും. അത് അടക്കം
50 ആണ്. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെന് നിശ്ചിതമായുള്ള വേക്കൻസികളൊക്കെ ഉണ്ട്. അതോടെ നിങ്ങൾ നോക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ. ഓക്കെ, അപ്പോൾ SC ST OBC എത്ര വേക്കൻസിന് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കാണാം, ജനറൽ എന്ന് കാണാം. നിങ്ങൾക്ക് ഈ ജനറലിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് SC ST OBC. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് അവിടെ അസിസ്റ്റൻറ്റ് ഫോർമാൻ ENTയിൽ ഇപ്പോൾ EWSന് 0 വേക്കൻസി ഇല്ല. അപ്പോൾ ഈ ജനറൽ എന്ത് ചെയ്യുന്നുണ്ട്, 6 വേക്കൻസി ഉണ്ട്. അപ്പോൾ EWS കാൻഡിഡേറ്റ്സിന് ധൈര്യമായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ റിസർവേഷനോ റിലാക്സേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ജസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ നമുക്ക് ജനറൽ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഏതെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് റിസർവ് വേക്കൻസി ഉണ്ട്. റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് മാർക്കിലും ഏജിലും ഇതിലൊക്കെ എന്തെങ്കിലും റിലാക്സേഷൻ തീർച്ചയായിട്ടും ലഭിക്കും, ഗവൺമെൻറ് നിയമപ്രകാരമുള്ള. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഈ പറയുന്ന PWBD കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PWBDൻ്റെ എന്താണ് വേക്കൻസി വരാറ്. അപ്പോൾ അത് സെപ്പറേറ്റ് വേക്കൻസി അല്ല വരുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ നിശ്ചിത പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അസിസ്റ്റൻറ്റ് ഫോർമാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, മെക്കാനിക്കൽ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം OA OL ഈ പറയുന്ന ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഫോർമാനിലേക്ക് അപ്ലൈ ചെയ്യാം. നിശ്ചിത വിദ്യാഭ്യാസം വേണം കേട്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ OA എന്ന് പറയുന്നത് 1 leg ഉള്ളവർ, OA എന്ന് പറയുന്നത്, OL എന്ന് പറയുന്നത് 1 leg, OA എന്ന് പറയുന്നത് നിൽക്കണം 1 ആമുള്ളവർ, അല്ലെങ്കിൽ ഒരു കൈയുള്ളവർ, ഒരു കാലുള്ളവർ, അങ്ങനെയുള്ള ഒരു കാല് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള. പിന്നെ അസിസ്റ്റൻറ്റ് ഫോർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അവർക്ക് OA OL BL HH. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾവി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഹയർ ക്വാളിഫിക്കേഷനും അതുപോലെ റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് വെറുതെ പറയില്ല, അതിൻ്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഫോർമാൻ ENTയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 വർഷം ഡിപ്ലോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റു ബ്രാഞ്ചസിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് BE or BTech ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷനോ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ENTയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഈ പറയുന്ന ഉയർന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി നോട്ട് എലിജിബിൾ ബ്രാഞ്ചസ് ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്ലോമ ആണെങ്കിലും BE BTech ആണെങ്കിലും ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ബ്രാഞ്ചിൽ നമ്മൾ ഡിപ്ലോമയോ BE or BTech കഴിഞ്ഞവരോ ആണെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കുക. പിന്നെ അടുത്ത അസിസ്റ്റൻറ്റ് ഫോർമാൻ ആണ് മെക്കാനിക്കൽ. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 3 വർഷം ഡ്യൂറേഷനുള്ള. ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ. ഇതിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിന് അടുത്തത് അസിസ്റ്റൻറ്റ് ഫോർമാൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മിനിമം ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതൊക്കെ ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ട്രെയിനിങ് പീരീഡും സ്കെയിലോ പേ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഫോർമാൻ എന്ന് പറയുന്ന തസ്തിക ഏത് എന്താണ് കാറ്റഗറി ആണെങ്കിലും മെക്കാനിക്കലാണ് ഇലക്ട്രിക്കൽ ഏതാണെങ്കിലും നമുക്ക് മന്ത്ലി നമ്മൾ കയ്യിൽ കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 45,330.25. ഓക്കെ, അതായത് നമുക്ക് 45,330 രൂപയോളം നമുക്ക് എന്താണ് സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് പറയുന്നത്, അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ ലഭിക്കും, എന്നിട്ടാണ് നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത് കേട്ടോ. ആ ട്രെയിനിങ് പീരീഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെർമനൻറ്റ് ജോലിയാണ്, അപ്പോൾ നേരത്തെ തന്നെ നമ്മളെന്താണ് ഫ്രഷേഴ്സിന് എടുക്കുകയാണല്ലോ, അപ്പോൾ അതിന് ആ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡാണ് നമുക്ക് ഈ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. ഏകദേശം 50,000-അടുത്ത് നമുക്ക് സാലറി സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പെർമനൻ്റ് ആകുന്ന സമയത്ത് ആ ഒരു സ്കെയിൽ പ്രകാരം ഉയർന്ന സാലറി ലഭിക്കാവുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഫോർമാൻ ENT ആണെങ്കിൽ 1 വർഷം ട്രെയിനിങ്, ദെൻ മെക്കാനിക്കലാണ് 2 വർഷം അവർക്ക് ട്രെയിനിങ് ഉണ്ട്, ദെൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 2 വർഷമാണ് അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ ഏതൊക്കെയാണ് വിങ് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്താണ് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഏത് ഗ്രേഡിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഫോർമാൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർമനൻ്റ് ആക്കി പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിശ്ചിതമല്ല, അപ്പോൾ നമുക്ക് PSCൻ്റെ ഒക്കെ പ്രൊബേഷൻ പോലെ തന്നെ നമ്മൾ കണക്കൂട്ടിയാൽ മതി. ജസ്റ്റ് ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ബേസിക് പേക്ക് പുറമെ ഒട്ടനവധി അലവൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് അലവൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സാധാരണ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി ഏജ് ലിമിറ്റാണ്, മിനിമം ഏജ് 18, മാക്സിമം ഏജ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള 30 ആണ്. അപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം.
അതായത് ഫെബ്രുവരി 5, അതായത് അടുത്ത മാസം ഫെബ്രുവരി 5 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഫെബ്രുവരി 5ലേക്ക് നിങ്ങൾക്ക് മിനിമം 18 വയസ്സും മാക്സിമം 30 വയസ്സും കഴിയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് തന്നെ ജനറൽ ആണെങ്കിലും അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ ആണെങ്കിൽ 10, ദെൻ OBC ആണെങ്കിൽ 13, PWD തന്നെ SC/ST ആണെങ്കിൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ്മാൻ ഒക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് 1000 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകളൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഫീ എമൗണ്ട് കൂടുന്നുണ്ട് വിചാരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നല്ല പഠിക്കണം കേട്ടോ, വെറുതെ അപ്ലൈ ചെയ്ത് ക്യാഷ് കളയും ചെയ്യരുത്. നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ സിലബസ് ഒക്കെ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ 180 രൂപ GST ഉണ്ടാവും. അങ്ങനെ ആകെ 1150 രൂപ നമ്മൾ ഇതിലേക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ അതിനുള്ളതുണ്ടോ. അപ്പോൾ നമ്മൾ 150 വേക്കൻസിയാണ് നിലവിൽ. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വേക്കൻസിയുടെ എണ്ണം നോക്കി ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യരുത് ഞാൻ പറയാറുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള തന്നെ ആത്മവിശ്വാസം നമ്മൾ എന്ത് ചെയ്യാം, എക്സാം എഴുതാന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഏജ് ഒക്കെ മാറും, നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ വരെ നമുക്ക് പറ്റാത്ത ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുക. ഇനി SC/ST എക്സ് സർവീസ്മെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരു ഫീയും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക, വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഇതിലേക്കുള്ള പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ആ ഒരു സ്കീം കാര്യങ്ങളോട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 100 മാർക്കിനായിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 സെക്ഷൻ ഉണ്ടായിരിക്കും, സെക്ഷൻ Aയും സെക്ഷൻ Bയും ഉണ്ടായിരിക്കും. സെക്ഷൻ Aയിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ ടെക്നിക്കൽ നോളജാണ് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണ്. അതായത് നിങ്ങളുടെ ഡിസിപ്ലിൻ റിലേറ്റഡ് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. 70 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ സെക്ഷൻ Bയിലാണെങ്കിൽ കുറച്ച് ജനറൽ നോളജും ജനറൽ അവയർനെസ്, റീസണിങ്, വെർബൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ്. ഇങ്ങനെയുള്ള ഈ പറയുന്ന ഏരിയകളിൽ നിന്നാണ് നമുക്ക് സെക്ഷൻ Bയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. 30 മാർക്കാണ് ഉണ്ടായിരിക്കുക കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. 1 മാർക്കാണ് ഒന്ന് ശരിയാക്കിയാൽ കിട്ടുക. പിന്നെ ഇവിടെ യാതൊരുവിധ നെഗറ്റീവ് മാർക്കൊന്നുമില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ എന്താണ് ഈ പറയുന്ന എക്സാം ടൈമിൽ ഇൻസ്ട്രക്ഷൻ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നമ്മൾ റീസെൻ്റ് ആയുള്ള പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ദെൻ ബ്ലാക്ക് ഇങ്ക് പെന്ന് കൊണ്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. അതോടൊപ്പം തന്നെ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലൊക്കെ നമുക്ക് പറ്റും. അതായത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നമ്മളിതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഓരോ പോസ്റ്റിനനുസരിച്ച് ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് റെലവൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് ഏത് ക്വാളിഫിക്കേഷൻ വെച്ചാൽ ആ ക്വാളിഫിക്കേഷൻ മാർക്ക് ലിസ്റ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി പിന്നെ OBC, SC/ST, PWD ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അവർ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളിതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവരുടെ നിശ്ചിതമായുള്ള സെൻട്രൽ ഗവൺമെൻറ്, അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലാതെ നമ്മൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസിനൊന്നും നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. വേറെ ഏതെങ്കിലും മാതൃക ആണെങ്കിലും അത് റിജക്റ്റ് ആവും. നിങ്ങൾക്ക് യാതൊരുവിധ റിലാക്സേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി 11 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ അപേക്ഷ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 15 എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇനി അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഈ പറയുന്ന ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലൂടെ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് നമ്പർ തരാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തരാൻ വില്ലിങ് ആണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാട്സപ്പിൽ അയച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് പ്രിൻ്റ് എടുക്കാനുള്ള സാധനം നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും. അപ്പോൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെബ്രുവരി 5 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വെബ്സൈറ്റിൽ അറിയിക്കും. അല്ലെങ്കിൽ അധികം നിങ്ങളുടെ മെയിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, സെക്ഷൻ എൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ പോസ്റ്റിൻ്റെയും E&T ആണെങ്കിൽ സെക്ഷൻ Aയിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാ ഭാഗങ്ങളാണെന്നുള്ള വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത മെക്കാനിക്കലിൻ്റെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനടുത്തത് ഇലക്ട്രിക്കലിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് തന്നെ ഉണ്ട്, ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം.
ഇനി സെക്ഷൻ ബീൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 30 മാർക്കിൻ്റെ കേട്ടോ. ജനറൽ നോളജും ജനറൽ അവയർനെസ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതേ മാതൃകയുള്ള സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് മതി. ഇതേ മാതൃകയായിരിക്കും, ഇതേ ഫോമാറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ റെഡിയാക്കണം. ഇനി OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതേ ഫോർമാറ്റ് ആയിരിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി OBC കാൻഡിഡേറ്റ്സ് തന്നെ ഈ ഒരു മാതൃകയും പാട് എന്ത് ചെയ്യണം, അവർ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് നമ്മൾ സെൽഫ് ഡിക്ലറേഷനാണ്, ജസ്റ്റ് നമ്മൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ എന്താണ് ഈ പറയുന്ന താലൂക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടതാണ്. രണ്ടാമത്തേതാ ഇവിടെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് ഡിക്ലറേഷൻ ജസ്റ്റ് എഴുതി ഫില്ല് ചെയ്ത് നമ്മളെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ആക്കി അതിൻ്റെ കൂടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. അതായത് ഒരു PDF ആക്കിയിട്ട് കേട്ടോ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. എക്സ് സർവീസ്മാന് അങ്ങനെ PWD കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ ഇതിലുണ്ട് ഫോർമാറ്റുകൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം. ഓക്കെ, അത് കമൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല, കാരണം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മാത്രമേ. ഒരുപാട് നമുക്ക് സമയം അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലവഴിക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂടുതലൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്